ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ അവധി ദിവസം എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ ഈ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഷോയിൽ നിന്ന് മേടിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം മീൽ പ്രിപ്പറേഷൻ ഒരു 1 വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വില എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. വളരെ ചീപ്പ് പ്രൈസാണ്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ആമസോണിലും അവൈലബിൾ ആണ്, അതുപോലെ മീഷോയിലും അവൈലബിൾ ആണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചെറിയ 6 ബോക്സസ് വേറെ ഉണ്ട്. അതായത് നമുക്ക് ഞാൻ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കി നമുക്ക് 1 വീക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരാളല്ല. കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഫോണിൻ്റെ കാർട്ടിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ പിന്നീട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിതൊരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നേരത്തെ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇതും കൂടെ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ഡേയോ അല്ലെങ്കിൽ മോർണിംഗ് ഡേ സെക്ഷനോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു 11 മണിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്, ഒരു ഓഫ് ഡേയിൽ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഒരു യാത്രയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ റൈസ് ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് മീനൊന്നും വെക്കുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് കാലമായിട്ട് ഈ ചെമ്മീൻ തോരൻ വെക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഇവിടെ അങ്ങനെ നമ്മൾ ഉണക്കമീൻ അധികം വാങ്ങിക്കാറില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം ഈ ചെമ്മീൻ ഉണക്കി വെച്ചേക്കുന്ന കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒരു കവർ ചൂസ് ചെയ്തു. അപ്പോൾ അതിന്ന് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, സാധാരണ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 2-3 വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഇത് ഉണക്കമീനാണ്, അപ്പോൾ ഉണക്കച്ചെമ്മീനാണ്. അപ്പം അത് എത്രത്തോളം അത് ഉണക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇതിൽ മണ്ണുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് സവാളയാണ് ചേർത്തത് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ ഉള്ളിയാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സവാള വഴറ്റിയതിന് ശേഷം ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് പാത്രം അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ തോരൻ അരയ്ക്കുന്ന കൂട്ട് അരച്ച് ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാനിവിടെ മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരുവനന്തപുരം സൈഡിലൊക്കെ ഈ മീൻ കൊഴിയാള മീൻ എന്നാണ് പറയുന്നത്. എനിക്ക് വേറെ എങ്ങോട്ടും അതെനിക്ക് അത്ര അറിയില്ല. എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൽ മുള്ള് വളരെ കുറവാണ്. അപ്പോൾ ഈ മീൻ മേടിച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് മുള്ളിൻ്റെ ഡിസ്റ്റർബൻസ് വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു മീനാണ്. അതുകൊണ്ട് പണ്ട് മുതലേ എനിക്ക് കറി വെച്ച് കഴിക്കാനും ഫ്രൈ ചെയ്ത് കഴിക്കാനും ഇഷ്ടമുള്ള ഒരു മീനാണ് ഈ കൊഴിയാള മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഫ്രൈ ചെയ്തു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ലഞ്ചാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്ക അത് ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആവിയിൽ. അതിനുശേഷം നമുക്ക് ഇത് അച്ചാറിടാനായിട്ട് ഞാൻ കടുക് വറുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, കായപ്പൊടി ചേർക്കണം, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ രസം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അത് മെഴുക്ക് വരട്ടുകയാണ് ഇന്നത്തെ ലഞ്ചിന് മറ്റൊരു വിഭവം എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈവനിങ് വീഡിയോസ്, മോർണിംഗ് വീഡിയോസ്, അതുപോലെ വർക്കിംഗ് ഡേ വീഡിയോസൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടുവാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ. പ്രയോജനമല്ല, പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഞാൻ